കത്തിയെരിയുന്ന സൂര്യനെ നോക്കി നമ്മളിൽ അധികം പേരും പറയും എന്തൊരു ചൂട്. എന്നാൽ ഇന്ത്യയിലെ ഒരു കമ്പനി അതേ സൂര്യനെ നോക്കി പറയും ലോട്ടറി. നമ്മൾ തണൽ തേടുമ്പോൾ ഇവർ സൂര്യതാപത്തെ വൈദ്യുതിയാക്കിയും വൈദ്യുതി പണമാക്കിയും മുന്നേറുകയാണ്. സോളാർ പാനൽ വിൽപ്പനയിൽ ഒതുങ്ങുന്നതല്ല ഇവരുടെ ബിസിനസ്. വീടുകളുടെ റൂഫ് ടോപ്പ് സിസ്റ്റം മുതൽ വലിയ ഫാം വരെ പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. പ്രൊജക്റ്റിൽ ഡിലേ ഉണ്ടാകാറില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു സവിശേഷത. ഇന്ത്യ 2030 500 മെഗാവാട്ട് റിന്യൂവബിൾ എനർജി എന്ന സ്വപ്നം കാണുമ്പോൾ ഈ കമ്പനിയും അതിൻ്റെ ഒരു ഭാഗമാണ്. ഇവർ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണ്. ഒരു വശത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ മാനുഫാക്ചറേഴ്സ്, മറുവശത്ത് റിന്യൂവബിൾ പവർ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന കമ്പനി. അതായത് ഇന്ത്യയുടെ ക്ലീൻ എനർജി ഫ്യൂച്ചറിന്റെ ഭാഗമാണ് ഈ കമ്പനികൾ. ഞാൻ CSA ബി ജോർജ്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്ന കമ്പനി വാറി ഗ്രൂപ്പിൽപ്പെട്ട വാറി റിന്യൂവബിൾ ടെക്നോളജീസ് ലിമിറ്റഡ്. ഈ കമ്പനിയുടെ നാൾവഴികളിലൂടെ 1999 ആരംഭിച്ച സംഘം അഡ്വൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി 2011 പബ്ലിക് ലിമിറ്റഡ് ആയത്. അന്നൊന്നും റിന്യൂവബിൾ എനർജി എന്നതൊരു ബസ് വേർഡ് ആയിരുന്നില്ല. ഇന്ന് തന്നെയല്ല, ഈ കമ്പനിക്ക് റിന്യൂവബിൾ എനർജിയുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. 2019 വാറി ഗ്രൂപ്പ് ഈ കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യുന്നത്. 2021 വാറി റിന്യൂവബിൾ ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന പേര് മാറ്റുന്നതും വാരി ഗ്രൂപ്പിന്റെ EPC ആം, അതായത് എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ ആം ആയി മാറുന്നതും. ശരിക്കും പറഞ്ഞാൽ 4 വർഷമായിട്ടുള്ളൂ വാരി പ്രവർത്തനം തുടങ്ങിയിട്ട്. റിന്യൂവബിൾ എനർജി എന്ന കൺസെപ്റ്റ് പ്രചാരം നേടിയതും ഈ അടുത്ത വർഷങ്ങളിലാണല്ലോ. ഇനി നമുക്ക് സെയിൽസ് ഫിഗർ പരിശോധിക്കാം. 2022 മുതലുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനി പ്രതിവർഷം ആവറേജ് 111% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ഇത് ദീർഘകാലത്തേക്ക് നിലനിർത്തുക സാധ്യമല്ലെങ്കിലും അടുത്ത 5 വർഷങ്ങളിലേക്ക് മികച്ച വളർച്ചയാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. ഫിനാൻഷ്യൽ 2025 സെയിൽസ് 1598 കോടിയായിരുന്നു. ജൂൺ 2025 ക്വാർട്ടറിലെ 603 കോടി രൂപ സെയിൽസ് ഏറ്റവും മികച്ച ക്വാർട്ടർലി സെയിൽസ് ആണ്. നമുക്കിനി പ്രോഫിറ്റബിലിറ്റി നോക്കാം. കഴിഞ്ഞ 3 വർഷങ്ങളിലെ ആവറേജ് ഗ്രോത്ത് 124%. ഫിനാൻഷ്യൽ 2025 പ്രോഫിറ്റ് 229 കോടി ആയിരുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. സെയിൽസ് 2025 കൂടിയെങ്കിലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കുറയുകയുണ്ടായി. ഹൈ മാർജിൻ ഐറ്റങ്ങളുടെ സെയിൽസിൽ കുറവുണ്ടായതാണ് ഒരു കാരണം. റോ മെറ്റീരിയൽ കോസ്റ്റിൽ ഉണ്ടായ വേരിയേഷനും ഫ്രീറ്റിലുണ്ടായ വർധനവുമാണ് മറ്റു കാരണങ്ങൾ. DIFII ഡേറ്റ. ആദ്യം പറഞ്ഞതുപോലെ വാറി റിന്യൂവബിൾ അതിൻ്റെ ഓപ്പറേഷൻ ആരംഭിച്ചിട്ട് 4 വർഷമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ DIFI ഹോൾഡിംഗ് വളരെ കുറവാണ്. എന്നിരുന്നാലും ഈ കമ്പനിയുടെ ഭാവി സാധ്യതകൾ മനസ്സിലാക്കിയ DII ഡിസംബർ 2020 FII മാർച്ച് 2024 വാരിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയുണ്ടായി. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വൈസസ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ്. വാരി റിന്യൂവബിളിൻ്റെ ക്യാഷ് ഫ്ലോ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിനേക്കാൾ കൂടുതലാണ്. ഇത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എഫിഷ്യൻ്റായ ഉപയോഗത്തെയാണ് കാണിക്കുന്നത്. ഡിസ്ക്ലെയിമർ: ഈ വീഡിയോ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇത് ഒരു ബൈ സെൽ റെക്കമെൻഡേഷനായി ആരും കരുതരുത്. ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. വാരി റിന്യൂവബിളിൻ്റെ ബോറോയിങ് 31/3/2025 കണക്കനുസരിച്ച് 27 കോടി മാത്രമാണ്. ഷെയർ ഹോൾഡർ ഫണ്ട് 456 കോടിയും. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.06. സെയിൽസ് മിക്സ്. വാരി റിന്യൂവബിൾ ടെക്നോളജീസ് ലിമിറ്റഡിന് എക്സ്പോർട്ട് സെയിൽ ഒന്നുമില്ല. 100% ഡൊമസ്റ്റിക് മാർക്കറ്റിലാണ്. വാരിയുടെ പ്രധാന ക്ലയൻസ് താഴെ പറയുന്നവയാണ്: ജിൻഡാൽ റിന്യൂവബിൾ, മഹാരാഷ്ട്ര ഗവൺമെൻറ്, അഡാനി പവർ, ലാർസൻ ആൻഡ് ട്യൂബ്രോ, റിലയൻസ്, മുംബൈ മെട്രോ, CESC ലിമിറ്റഡ്, പൂർവ ഗ്രീൻ, MTC ഗ്രൂപ്പ്. പ്രൈസ് ഏണിംഗ് റേഷ്യോ. വാരി റിന്യൂവബിളിൻ്റെ പ്രൈസ് ഏണിംഗ് റേഷ്യോ, അതായത് PE 37.3 ആണ്. ഒറ്റനോട്ടത്തിൽ ഇത് അല്പം ഉയർന്നതായി തോന്നാമെങ്കിലും സെയിൽസിലും പ്രോഫിറ്റുമുള്ള വളർച്ചയും ഭാവി സാധ്യതകളും കണക്കിലെടുക്കുമ്പോൾ PE ജസ്റ്റിഫൈഡ് ആണ്. കഴിഞ്ഞ ഒരു വർഷത്തെ ആവറേജ് PE 47.8 ഇൻഡസ്ട്രി PE 40.2 ആണ്. കോമ്പറ്റീറ്റേഴ്സ്. സോളാർ എനർജി ബിസിനസ് അനന്ത സാധ്യതകളുള്ളതാണ്. സ്വാഭാവികമായും കടുത്ത മത്സരവും ഉണ്ടാകും. വാരി റിന്യൂവബിൾ ഫോക്കസ് ചെയ്യുന്നത് EPCയിൽ എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ്. ഈ സെക്ടറിലെ പ്രധാന കോമ്പറ്റീറ്റേഴ്സ് താഴെ പറയുന്നവരാണ്: സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജി, ടാറ്റ പവർ സോളാർ സിസ്റ്റം, ലാർസൻ ആൻഡ് ട്യൂബ്രോ പവർ ട്രാൻസ്മിഷൻ, ജാക്സൺ ഗ്രൂപ്പ്, KPI ഗ്രീൻ എനർജി, മഹീന്ദ്ര സസ്റ്റെയിൻ ഇവയാണ്. അവസാനമായി എന്തുകൊണ്ട് വാരി റിന്യൂവബിൾ, അല്ലെങ്കിൽ എന്തുകൊണ്ട് വാരിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം? ജൂൺ 2025 ലഭ്യമായ കണക്ക് പ്രകാരം കമ്പനിയുടെ ഓർഡർ ബുക്ക് ഏകദേശം 1500 കോടിയാണ്. 24-25 ടേൺ ഓവർ 1600 കോടിയായിരുന്നു എന്നോർക്കണം. ജൂൺ 2025 ക്വാർട്ടറിലെ സെയിൽസ് 603 കോടിയായിരുന്നു. ജൂൺ 2024 236 കോടിയും മാർച്ച് 2025 ക്വാർട്ടറിൽ 477 കോടിയുമായിരുന്നു.
വാറി റിന്യൂവബിൾ ടെക്നോളജീസ് ലിമിറ്റഡിന്റെ പേരന്റ് കമ്പനിയായ വാറി എഞ്ചിനീയേഴ്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പാനൽ നിർമ്മാതാക്കളാണ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് അഡ്വാൻറ്റേജും ലഭ്യതയും ഉറപ്പാണ്. വാരിയുടെ ഫിനാൻഷ്യൽസ് വളരെ സ്ട്രോങ് ആണ്. ലോ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, റീസണബിൾ OPM, ഗുഡ് ക്യാഷ് ഫ്ലോ. വേറി റിന്യൂവബിൾസ് സ്റ്റോറേജ് ബാറ്ററിയുടെ രംഗത്തേക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. ഇന്ത്യ 2030 500 ഗിഗാവാട്ട് റിന്യൂവബിൾ എനർജി എന്ന സ്വപ്നത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ സെക്ടറിലെ കമ്പനികൾക്ക് ഗവൺമെന്റ് പോളിസികൾ സഹായകരമാകും. സെയിൽസിൽ ഉണ്ടാകുന്ന വർധന മൂലവും ഡൈവേഴ്സിഫിക്കേഷനും ഗ്രൂപ്പ് സിനർജിയും കൂടി മാർജിൻ ഇംപ്രൂവ്മെന്റിനും സാധ്യതയുണ്ട്. എന്നാൽ ഈ കമ്പനിയുടെ ചില റിസ്ക് ഫാക്ടേഴ്സും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. റോ മെറ്റീരിയൽ കോസ്റ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ ആണ് OPMനെ ബാധിക്കുന്ന പ്രധാന വിഷയം. EPC സെക്ടറിൽ കടുത്ത മത്സരം മാർജിനെ ബാധിച്ചേക്കാം. വലിയ പ്രൊജക്ടുകളിൽ ഡിലേ ആൻഡ് കോസ്റ്റ് ഓവർറൺ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കാം. എന്നിരുന്നാലും വളരെയേറെ സാധ്യതകളുള്ള ഒരു മികച്ച കമ്പനിയാണ് വാറി റിന്യൂവബിൾ ടെക്നോളജീസ് ലിമിറ്റഡ്.